എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 4-5 വചനങ്ങൾ. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. കുടിലിൽ ഒതുങ്ങാത്ത ദൈവം. പത്രോസ് യേശുവിനോട് പറയുന്നു, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. ഒരു കുടിലുണ്ടാക്കുക എന്നത് കൂരയില്ലാത്ത എല്ലാവരുടെയും സ്വപ്നമാണ്. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവരുടെ അദമ്യമായ സ്വപ്നവും ആഗ്രഹവും എത്രയും വേഗം ഒരു വീടുണ്ടാക്കുക എന്നതാണ്. അതിനുവേണ്ടി പ്രവാസ രാജ്യത്തും സ്വദേശത്തും എത്ര അധ്വാനിച്ചാലും മടി തോന്നാറില്ല. സുരക്ഷിതത്വത്തിൻ്റെ, അഭിമാനത്തിൻ്റെ, സ്വസ്ഥതയുടെ പ്രതീകമാണ് കുടിൽ. ക്രിസ്തു ഉറ്റ ശിഷ്യനുമായി മലമുകളിലേക്ക് പോകുന്നു. താബോറിന്റെ നെറുകയിൽ പത്രോസും യാക്കോബും യോഹന്നാനും യേശു കർത്താവിനോടൊപ്പം. സുപ്രധാന സന്ദർഭങ്ങളിൽ അവരെയാണ് യേശു തമ്പുരാൻ കൂട്ടുപിടിക്കുന്നത്. മലമുകൾ എക്കാലവും ദൈവിക ആസ്ഥാനങ്ങളാണ്. മോശ ദൈവത്തെ കണ്ടുമുട്ടുന്നത് മലമുകളിലാണ്. യേശു ക്രിസ്തു ദൈവിക സമ്പർക്കത്തിനായി കയറിപ്പോയത് മലമുകളിലേക്കാണ്. ഇന്നും പല മലകളിലെയും ഗിരിശൃംഗങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ പ്രദേശങ്ങളായി ആദരിക്കപ്പെടുന്നു. മലമുകളിലേക്ക് പോയ ക്രിസ്തു അവിടെ മറുരൂപപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ രൂപത്തിലും ഭാവത്തിലും അതുല്യവും അവിസ്മരണീയമായ വ്യതിയാനം ഉണ്ടാകുന്നു. സൂര്യനെ പോലെ മുഖം ശോഭിക്കുന്നു. മനുഷ്യരാൽ വെളുപ്പിക്കുവാൻ കഴിവില്ലാത്ത സ്ഥിതിയിൽ വെളിച്ചം പോലെ വസ്ത്രം വെണ്മയായി മാറുന്നു. അവർക്ക് പരിചിതമായ യേശുവിൽ നിന്ന് പാടെ വ്യത്യസ്തമായ ക്രിസ്തു അവർക്ക് മുൻപിൽ പ്രത്യക്ഷനാകുന്നു. ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. ക്രിസ്തുവിനോടൊപ്പം മോശയും ഏലിയാവിനെയും അവർ കാണുന്നുണ്ട്. എബ്രായ ജനതയുടെ വിമോചക നേതാവാണ് മോശ. ദൈവത്തിൻ്റെ ദാസൻ. എങ്ങനെ എവിടെ അടയ്ക്കപ്പെട്ടു എന്ന ആർക്കും ഉറപ്പില്ലാത്ത വിധത്തിൽ അന്ത്യം കുറിച്ചവൻ. പ്രവാചകരുടെയും പ്രവാചകനായിരുന്ന ഏലിയാവ്, അഗ്നിയുടെ പ്രവാചകൻ. ദൈവഭയം രാജാക്കന്മാരിലേക്കും ജനങ്ങളിലേക്കും ഉണർത്തിയ ശ്രേഷ്ഠ മഹാപുരോഹിത പ്രവാചകൻ. ദൈവസന്നിധിയിലേക്ക് നേരിട്ടെടുക്കപ്പെട്ടവൻ. ഇരുവരുടെയും സാന്നിധ്യം ശിഷ്യന്മാരെ സംബന്ധിച്ചോളം അത്ഭുതപ്പെടുത്തുന്നതും അമ്പരിപ്പിക്കുന്നതുമായിരുന്നു. പത്രോസ് എല്ലാം മറന്ന് തുറന്നു പറയുന്നു, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ഉന്നതമായ അനുഭവങ്ങൾ ശാശ്വതീകരിക്കുന്നതിന് നമുക്കേറെ താല്പര്യമാണ്. പ്രശ്നമില്ല, പ്രയാസമില്ല, വേദനയില്ല, ഇരുളില്ല, ആൾക്കൂട്ടമില്ല, തിരക്കില്ല. എല്ലാം പ്രകാശമയം, സ്ഥിരമായി അല്ലലൊഴിഞ്ഞ് പ്രകാശത്തിലിരിക്കുന്നത് എത്രയോ അഭിമാഗ്യം. പ്രിയമുള്ളവരെ, നമുക്കും ഒരു രൂപാന്തരം അനിവാര്യമാണ്. യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം രൂപാന്തരത്തിൻ്റെ ജീവിതമാണ്. ലോകത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന്, ലോകത്തിൻ്റെ ആസക്തികളിൽ നിന്ന്, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് വേറിട്ട് ക്രിസ്തുവിനോടുകൂടെ മാറ്റമില്ലാത്ത വെളിച്ചം പകരുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ
നമുക്കും ഒരു രൂപാന്തരം വളരെ അനിവാര്യമാണ്. ക്രിസ്തീയ ജീവിതം രൂപാന്തരത്തിൻ്റെ ജീവിതമാണ്. അന്ധകാരത്തിൻ്റെ ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രകാശത്തിൻ്റെ നവീകരിക്കുന്ന ശുദ്ധതയിലേക്ക് നമ്മുടെ ജീവിതത്തെ പറിച്ചു നടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.